നമസ്കാരം. ഞാൻ ശോഭിൻ ലാലാണ് ലാൽട്ടൺ ചാനലിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ നമ്മുടെ പ്രിയ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള സുനിൽ പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു മൂവി കണ്ടു. ജീവൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഞാൻ സാധാരണ ഒരു സുഹൃത്തായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പടം ഒന്ന് പെട്ടെന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് പോയിട്ട് എടപ്പള്ളി വനിതാ തിയേറ്ററിൽ വെച്ചിട്ടാണ് ആ സിനിമ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ സുഖമില്ല. വളരെയധികം എന്താ പറയുക, തണുപ്പ് പിടിച്ചിട്ടൊക്കെയുള്ളൊരു വിഷയമുണ്ട്. സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വളരെയധികം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. എത്രയോ ആളുകൾ ഇപ്പോൾ നമ്മൾ തന്നെ മദ്യപാനം എന്നുള്ള ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എത്രയോ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും എന്താ പറയുക കാലിബറായിട്ട് ചെയ്ത, ഇത്രയും നല്ല രീതിയിൽ ടെക്നീഷ്യൻ, ഇത്ര നല്ല കഥ, ഇത്ര നല്ല രീതിയിൽ അവതരിപ്പിച്ച ഇതിലൊരു പ്രത്യേകതയുണ്ട്. കുറേ പുതുമുഖങ്ങളാണ് എന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന് അത്രയും വലിയൊരു പ്രാധാന്യങ്ങൾ വരാതെ. പക്ഷേ നിങ്ങൾ ഓരോ പ്രേക്ഷകരും സിനിമ ഇഷ്ടപ്പെടുന്ന, നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഈ പടം പോയി കാണണം. എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഓരോ എന്താ പറയുക, ഈ ഇതിലെ ഓരോ സീൻ കാണുമ്പോഴും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് തട്ടിച്ച് നോക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മദ്യപാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒത്തിരി സിനിമകൾ, വെള്ളം, അതുപോലെ തന്നെ മറ്റു പല സിനിമകളും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സിനിമകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. ക്യാമറ മാനും അതുപോലെ തന്നെ ആക്ടറും നായകനും എല്ലാം തന്നെ ഒരാളാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഡയറക്ടർ വിനോദ് നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ആസ്പദമായിട്ട് അദ്ദേഹം സിനിമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണിത് എന്താ പറയുക ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ സൈഡായാലും ടെക്നീഷ്യൻ സൈഡായാലും ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വളരെയധികം മേന്മയായിട്ടുള്ള രീതിയിലുള്ളൊരു സമീപനമാണ്. ഞാൻ സാധാരണ രീതിയിൽ അങ്ങനെ ചില എല്ലാ സിനിമകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ ലാൽട്ടൺ ചാനലിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ കാരണം തന്നെ ഒരു നല്ല സിനിമ ആളുകൾ അംഗീകരിക്കാതെ മാറിപ്പോവാൻ പാടില്ല തിയേറ്ററിൽ നിന്ന്. ആ ഒരു നല്ലൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഇപ്പം സുനിൽ പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഒരു സുഹൃത്താണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ വളരെയധികം സീനിയറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതെല്ലാം തന്നെ ശരിയാണെങ്കിൽ പോലും നമ്മൾ ഏതൊരു സിനിമ കാണുമ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളൊരു 190 രൂപ അല്ലെങ്കിൽ 200 ചില്ലാനം രൂപയൊക്കെ മുടക്കി നമ്മളെ സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ടച്ച് നമുക്ക് കിട്ടാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കിയപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞ ഒരു സാധാരണ സിനിമ കാണാത്ത ലാഘവത്തോടു കൂടി എന്താ പറയുക, ചെറിയ രീതിയിൽ ബഡ്ജറ്റിലൊക്കെ മുടക്കി നമ്മൾ സിനിമ കാണുന്നൊരു ലാഘവത്തോടെയാണ് കണ്ടതെങ്കിലും സിനിമ കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ കൂടെ ഒത്തിരി സുഹൃത്തുക്കൾ, ഞങ്ങളൊരു 10-12 പേരൊക്കെ എന്താ പറയുക ഗ്രൂപ്പായിട്ടാണ് പോയത്. അപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ ആദ്യം പറഞ്ഞിടോ, പടം കൊള്ളത്തില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ കാച്ചിട്ട് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. നോക്കുന്ന സമയത്തേ ഞാൻ വെറുതെ ഇൻട്രോയിൽ ചോദിച്ചിട്ടാ നമുക്ക് എന്താ പോണോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറയും അല്ല, ഇത് ബാക്കിയും കൂടി ഒന്ന് കാണട്ടെ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട് മാക്സിമം ആൾക്കാർ ഒരു നല്ലൊരു എന്താ പറയുക കഥ, നല്ല ജീവൻ എന്നാണ് സിനിമയുടെ പേര്. ജീവൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ജീവനുണ്ട് ആ കഥയ്ക്കും ഒരു ആസ്പദത്തിലും. നായകൻ്റെ പേര് ജീവനാണെങ്കിലും എത്രയോ ആളുകൾ സമൂഹത്തിൽ നമുക്ക് ഇത്രയും ജീവന്മാരെ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറയുക നമ്മുടെ ഈ പ്രേക്ഷകരോട്, ദയവ് ചെയ്തിട്ട് നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്യാം. കുറേ അടിയും എന്താ പറയുക പ്രശ്നങ്ങളും വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, ഇതൊന്നുമല്ല നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് നല്ല കഥയും നല്ല എന്താ പറയുക പാട്ടുകളും നല്ല എന്താ പറയുക കണ്ടിരിക്കാൻ ആസ്വാദനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല എന്താ പറയുക സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സിനിമയായി മാറുന്നത്. സോ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ സിനിമ കാണുക. എറണാകുളത്താണെങ്കിലും മടിക്കേണ്ട, വനിതാ തിയേറ്ററിലാണ് 3:30 തന്നെയാണ് ഷോ. അപ്പം നിങ്ങളെല്ലാവരും പോയി ആ സിനിമ ഗംഭീരമായിട്ട് വിജയിപ്പിക്കുക. എല്ലാവിധ ആശംസകളും. നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരാണ് വിജയിപ്പിക്കേണ്ടത്. നിങ്ങളിൽ ഓരോരുത്തരും കലാമൂല്യവും കലാകാരന്മാരും ആണെങ്കിൽ തീർച്ചയായും ഈ സിനിമ വിജയിപ്പിക്കണം. നമ്മൾക്കിടയിലുള്ള ഒരു കലാകാരനാണ് ഇത്രയും നല്ല രീതിയിലൊരു സിനിമ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സോ അതിൻ്റെ മൂല്യം നമ്മൾ കീപ്പ് ചെയ്യണം. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് ജീവൻ ടീം. കൺഗ്രാറ്റുലേഷൻ.